വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ കോൺഗ്രസിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഉറച്ച് CPM. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് CPM ആവശ്യപ്പെടുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി സുൽത്താൻ ബത്തേരിയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന ബഹുജന സദസ്സ് സംഘടിപ്പിക്കുമെന്നും CPM വ്യക്തമാക്കി. നിയമന കോഴബാധിതയാൽ ആത്മഹത്യ ചെയ്ത NM വിജയന്റെ മരണം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ തൊഴിൽ തട്ടിപ്പ് നടന്നുവെന്നാണ് CPIM ആരോപണം. DCC പ്രസിഡന്റും MLA അടക്കമുള്ള നേതാക്കൾ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെട്ടതോടെ കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കാൻ കിട്ടിയ അവസരം പരമാവധി മുതലെടുക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന ബഹുജന സദസ്സ് ബത്തേരിയിൽ നടത്താൻ തീരുമാനിച്ചതായി ജില്ലാ സെക്രട്ടറി K റഫീഖ് പറഞ്ഞു. കോൺഗ്രസിന്റെ 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച DCCയുടെ ട്രഷറാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണം, അതോടൊപ്പം തന്നെ ഈ പ്രതി ചേർക്കപ്പെട്ട ആളുകളെല്ലാം അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 13-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കുന്ന പ്രതിഷേധ സദസ്സ് ബത്തേരിയിൽ സംഘടിപ്പിക്കുന്നു. അതിനുശേഷം മനുഷ്യചങ്ങല ഉൾപ്പെടെയുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ വിവിധങ്ങളായ സമരങ്ങളുമായി ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം NM വിജയന്റെ കുടുംബത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ച KPCC അന്വേഷണ സമിതിക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് ബത്തേരി DYSPക്ക് CPM പരാതി നൽകിയിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് താളൂരാണ് പരാതി നൽകിയത്. അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടന്നുവെന്നാണ് പരാതിയുടെ ഉള്ളടക്കം. അതേസമയം പാർട്ടിയുടെ അന്വേഷണ സംവിധാനം പ്രശ്നപരിഹാരത്തിന് ഇടപെട്ടതിന് പിന്നാലെ നേതാക്കൾക്കെതിരെ കേസെടുത്തതിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. അമൃത ന്യൂസ്, വയനാട്.